ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കോൺഗ്രസുമായുള്ള ഭിന്നത തുടരുകയാണ്. ശശി തരൂർ കോൺഗ്രസ് വിളിച്ച നയരൂപീകരണ യോഗത്തിൽ തരൂർ പങ്കെടുക്കില്ല. വിദേശത്തായതിനാലാണ് പങ്കെടുക്കാത്തതെന്നാണ് വിശദീകരണം. എന്നാൽ പങ്കെടുക്കാനാവില്ല എന്ന് തരൂർ അറിയിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കുന്നു. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, നയരൂപീകരണ യോഗത്തിൽ തരൂർ പങ്കെടുക്കുന്നില്ല. തരൂർ ഇപ്പോൾ ദുബായിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി എന്നുള്ളതാണ്. CPM-ലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾക്കിടെയാണ് ഇപ്പോൾ ഈ ഒരു മാറി നിൽക്കൽ കൂടി. എന്താണ് ഇപ്പോൾ തരൂറിന്റെ വിഭാഗം പ്രതികരിക്കുന്നത്? കോൺഗ്രസ് നേതൃത്വം ഇതിൽ പറയുന്ന പ്രതികരണം എന്താണ്? സ്മൃതി, നാളെയാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത്. ഈ ബജറ്റ് സമ്മേളനം സ്വീകരിക്കേണ്ട നയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ വൈകിട്ട് 4 മണിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി കമ്മിറ്റി യോഗമാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളാണ് ശശി തരൂർ. എന്തായാലും തരൂർ ഇന്നിപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. കാരണം രാത്രി 7:55 തരൂരിന്റെ വിമാനം ദില്ലിയിൽ ലാൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തരൂർ ആ സമയത്ത് എത്താത്തതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് ഇപ്പോൾ വിശദമായിരിക്കുന്നു. കാരണം അദ്ദേഹത്തോട് അടുത്തിരുന്ന ആളുകളടക്കം വ്യക്തമാക്കുന്നു താൻ വിദേശത്തായതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചപ്പോൾ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ തരൂർ ഒരു തരത്തിലുള്ള വ്യക്തത വരുത്തിയിട്ടില്ല. ആ കാര്യങ്ങളൊന്നും അറിയിച്ചിട്ടില്ല എന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കൊച്ചിയിലെ മഹാപഞ്ചായത്തിന് പിന്നാലെ തരൂർ കോൺഗ്രസുമായി ഉടക്കിയതാണ്. അതിനു പിന്നാലെ CPM-ലേക്ക് പോകും എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് തരൂരിന്റെ വിദേശയാത്ര അടക്കം CPM-ലേക്ക് പോകാൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഭാഗമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നിരുന്നു. തരൂർ ഇതിൽ അവിടെ വെച്ചും വിദേശത്ത് വെച്ച്, ദുബായിലാണ് തരൂർ ഉള്ളത്, അവിടെ വെച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും തരൂർ പാർട്ടി വിടുമോ എന്ന് അടക്കമുള്ള സംശയങ്ങളൊക്കെ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ കൂടി തരൂർ എത്തുന്നില്ല എന്ന് പറയുമ്പോൾ, നേരത്തെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിലും തരൂർ പങ്കെടുത്തിരുന്നില്ല. അന്നൊക്കെ തരൂരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഉണ്ടായ വിശദീകരണം എന്ന് പറയുന്നത് തനിക്ക് ചില പ്രശ്നങ്ങൾ പാർട്ടിയുമായി ഉണ്ട് എന്ന് തന്നെയായിരുന്നു. താൻ പാർട്ടിക്കകത്ത് പറയും എന്നായിരുന്നു തരൂർ അത് പറയുകയും ചെയ്തത്. അതിനു പിന്നാലെയാണ് തരൂർ എന്താണെങ്കിലും CPM-ലേക്ക് പോകാൻ വേണ്ടി ചർച്ചകൾ ഒരു വ്യവസായി വഴി നടത്തുന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ തരൂർ നയരൂപീകരണ യോഗത്തിൽ കൂടി പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസുമായുള്ള തരൂരിന്റെ ഉടക്ക് തുടരുകയാണ് എന്ന് വേണം നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധി നേരിട്ട് തരൂരുമായി ചർച്ച നടത്താൻ വേണ്ടി ഇരിക്കുന്ന സമയമാണ്. കാരണം പാർലമെന്റ് സമ്മേളന സമയത്ത് ഇത്തരത്തിൽ ഈ മഹാപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടി ചർച്ചയ്ക്കടക്കം സന്നദ്ധ പ്രകടിപ്പിച്ച സമയത്താണ് തരൂർ CPM-ലേക്ക് പോകുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ നയരൂപീകരണ യോഗത്തിലും തരൂർ പങ്കെടുക്കുന്നത്, അതായത് പാർട്ടിയുമായി തരൂർ ഉടക്കി തന്നെ നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് തരൂരിന്റെ ഈ ഒഴിഞ്ഞുമാറൽ. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.